ഈവനിംഗ് എഡിഷൻ തുടരുന്നു. KSRTC ബസ്സിൽ യാത്ര ചെയ്ത നടൻ മോഹൻലാൽ തിരുവനന്തപുരത്ത് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനൊപ്പമാണ് മോഹൻലാൽ യാത്ര ചെയ്തത്. ഓർമ്മ എക്സ്പ്രസ് ലോഗോ മോഹൻലാൽ പ്രകാശനം ചെയ്തു. KSRTCയിൽ കൂടുതൽ മാറ്റം കൊണ്ടുവരാൻ എല്ലാവരുടെയും സഹകരണം വേണമെന്ന് മോഹൻലാൽ പറഞ്ഞു. എന്തായാലും തിരുവനന്തപുരത്ത് ബസ്സിൽ സഞ്ചരിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണ് കൂടുതൽ സഞ്ചരിച്ചിരിക്കുന്നത്. അപ്പോഴേ ഇങ്ങനത്തെ ഇത്തരം ബസ്സുകളൊന്നും ഇല്ല. ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ട് മാറുകയാണ്. അതിൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ എസ്പെഷ്യലി മിസ്റ്റർ ഗണേഷ് കുമാറിന് സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഒരു സ്നേഹിതനും എൻ്റെ ഒരു കുടുംബ സുഹൃത്ത് ആയതുകൊണ്ട് പറയല്ല, അദ്ദേഹം KSRTCക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തീർച്ചയായിട്ടും നാട്ടുകാരുടെ സഹകരണം ഉണ്ടാകണം. നല്ല ബസ്സുകൾ, നല്ല സഞ്ചാര റൂട്ടുകൾ, നല്ല സർവീസുകൾ, ഇതെല്ലാം ചെയ്താലേ ബാക്കി വിദേശ രാജ്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന മേജർ ഒരു കാര്യമാണ്. ഒരു നാടിൻ്റെ ട്രാൻസ്പോർട്ട് നന്നാക്കാൻ സാധിച്ചാൽ ആ നാട് വളരെയധികം ബെറ്റർ ആവുമെന്നാണ് പറയുന്നത്. എല്ലാവിധ ആശംസകളും. ഗുഡ് ലക്ക്. RB സനൂപ് വിശദാംശം നൽകും. സനൂപ്, ഈ പദ്ധതിക്ക് മോഹൻലാലിൻ്റെ സാന്നിധ്യം നൽകുന്ന ഊർജം ചെറുതല്ല. ഇന്നലെ മോഹൻലാൽ ബസ്സിൽ തൂങ്ങിപ്പോവുമായിരുന്നു എന്ന് പ്രിയദർശൻ പറഞ്ഞതുകൂടി ഓർക്കുന്നു. അപ്പോൾ ഈ ഓർമ്മ എക്സ്പ്രസിൻ്റെ ലോഗോ പ്രകാശനം നിർവഹിച്ചുകൊണ്ട് മോഹൻലാൽ എത്തിയ മുഹൂർത്തം, അത് KSRTCയുടെ പുതിയ പദ്ധതികൾക്കുണ്ടാകുന്ന ഒരു മാറ്റം, അതിനെങ്ങനെയാണ് കാണുന്നത്? KSRTCയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്നാണ് മോഹൻലാൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞത്. ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാർ അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ KSRTCയുടെ പുരോഗതിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മാത്രം പോരാ, നല്ല റോഡും നല്ല ബസ്സും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ KSRTCയും അതുപോലെ തന്നെ നാടിന്റെ ഗതാഗതവും കൂടുതൽ മെച്ചപ്പെടൂ എന്നുള്ള സന്ദേശം കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ തരത്തിൽ മറ്റ് രാജ്യങ്ങളൊക്കെ വികസിച്ചത് അവിടുത്തെ ഗതാഗത കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടതുകൊണ്ടാണ്. ആ രീതിയിലേക്ക് എത്താൻ വേണ്ടി നമുക്കും കഴിയട്ടെ എന്നുള്ളൊരു ആശംസ നൽകിക്കൊണ്ടാണ് മോഹൻലാൽ ഇന്ന് ഇവിടെ എത്തുകയും അദ്ദേഹത്തിന്റെ ആ പഴയ ഓർമ്മകൾ, ഓർമ്മ എക്സ്പ്രസ് എന്നതിന്റെ ലോഗോ പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ഈ പഴയ ബസ്സിന്റെ ഫുട്പാത്തിൽ നിന്നുകൊണ്ടാണ് മോഹൻലാൽ ആദ്യം ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഓർത്തെടുത്തത്. ഇന്നലെ തന്നെ ഈ പരിപാടിയിൽ സംവിധായകനായിട്ടുള്ള പ്രിയദർശൻ പറഞ്ഞതാണ്, മോഹൻലാൽ പണ്ട് പൂജപ്പുരയിൽ നിന്ന് ബസ്സിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെ നടൻ മോഹൻലാലും അതേപോലെ തന്നെ മന്ത്രി ഗണേഷ് കുമാറും ചേർന്ന് പങ്കുവയ്ക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഈ പുതിയതായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന വോൾവോ ബസ്സിൽ നടൻ മോഹൻലാലും അതേപോലെ തന്നെ മന്ത്രി ഗണേഷ് കുമാറും എത്തി പരിശോധനയും മറ്റുമൊക്കെ നടത്തിയത്. അത് കണ്ട് അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ സംവിധാനങ്ങൾ, അതിലുള്ള സന്നാഹങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മോഹൻലാൽ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് 5:30ക്കാണ് പുതിയ ബസ്സുകളുടെ ഉദ്ഘാടനം. തിരുവനന്തപുരത്ത് സ്വിഫ്റ്റിന്റെ ആസ്ഥാനം ആനയറയാണ്. ആനയറ വെച്ച് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്ന് 100ഓളം ബസ്സുകൾ ഉദ്ഘാടനം ചെയ്യും. 6 മാസം കൊണ്ട് 340 എന്ന വലിയ രീതിയിലുള്ള കൂടുതൽ ബസ്സുകൾ എത്തിച്ച് KSRTCയുടെ ഈ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ബസ്സുകൾ തന്നെയാണ് KSRTC യാത്രക്കാർക്ക് വേണ്ടി ഓണസമ്മാനമായിട്ട് നൽകാൻ പോകുന്നത്. അതിന്റെ ഉദ്ഘാടനം ഇന്ന് നടക്കും. ഏറ്റവും പുതിയ സംവിധാനങ്ങളുള്ള ബസ്സുകളെല്ലാം തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. വോൾവോയുടെ ബസ്സുകൾ എത്തിയിട്ടുണ്ട്. വോൾവോയുടെ സീറ്റർ ബസ്സാണ് ഇന്നിപ്പോൾ എത്തിയത്. അതേപോലെ തന്നെ അശോക് ലൈലൻഡിന്റെ സ്ലീപ്പർ ബസ്, സീറ്റർ കം സ്ലീപ്പർ, സീറ്റർ ബസ്സുകളൊക്കെ എത്തിയിട്ടുണ്ട്. ഈ 6 മാസം കൊണ്ട് 340 ബസ്സുകൾ വരും. ഇപ്പോൾ വന്നിട്ടുള്ള ബസ്സുകളെല്ലാം തന്നെ മലയാളികൾക്കുള്ള ഓണസമ്മാനം എന്നാണ് ഗതാഗത മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഓണത്തിന് വേണ്ടിയുള്ള സർവീസ്, അധിക സർവീസായിട്ട് ബംഗളൂരു, മൈസൂരു, ചെന്നൈ തുടങ്ങിയ ഇടങ്ങളിലേക്ക് ഈ ബസ്സുകൾ സർവീസ് നടത്തും. സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 15 വരെയാണ് അധികമായിട്ടുള്ള സർവീസ് നടത്തുക. സൈഫുദ്ദീൻ.